നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മകളുടെ മാസപ്പടി അപ്പനെ അഴിക്കുള്ളിലാക്കുമോ എന്ന ഭയത്തിലാണ് CPM എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദം. എക്സാലോജിക് വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്താൻ വിമുഖത കാട്ടിയിരുന്നവർ SFIO വന്നതോടെ എന്തു ചെയ്യുമെന്നറിയാതെ പരിഭ്രാന്തിയിലാണ്. PC ജോർജും മകൻ ഷോൺ ജോർജും BJPയിൽ ചേർന്നതിന് പിന്നാലെയാണ് എക്സാലോജിക് വീണ്ടും രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുന്നതെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കളിയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ക്യാപ്സ്യൂൾ ഇറക്കിയിരുന്നു. എന്നാൽ PCയുടെയും മകൻ്റെയും BJP പ്രവേശനത്തിന് മുമ്പ് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഹർജി നൽകിയിരുന്നതായി രേഖകൾ വ്യക്തമാക്കുന്നു. എന്നാൽ വീണയിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ലക്ഷ്യമിടുന്നതെന്ന ഭയം CPMനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. കേസിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഹൈക്കോടതി ചോദിക്കുന്നത് പോലെ അന്വേഷണവുമായി വീണയും എക്സാലോജിക്കും സഹകരിക്കാത്തത് എന്ത്? മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയമുള്ളൂ എന്നാണല്ലോ മുഖ്യമന്ത്രിയുടെ ആപ്തവാക്യം. അത് മകൾക്ക് ബാധകമല്ലേ എന്നാണ് ചോദ്യം. SFIOയുടെ അന്വേഷണം കാര്യക്ഷമമായി നടന്നാൽ വീണ വിജയനിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനിലെത്തുമെന്ന് CPMന് അറിയാം. വീണയ്ക്ക് CMRL വെറുതെ പണം നൽകില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്വാധീനം ഉപയോഗിച്ചാണ് വീണയുടെ കമ്പനിക്ക് പണം കിട്ടിയത്. അങ്ങനെയെങ്കിൽ കേസിൽ മുഖ്യമന്ത്രിയുടെ പങ്കും അന്വേഷിക്കേണ്ടി വരും. മകളുടെ കമ്പനിയെ സംബന്ധിച്ച് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി പലതവണ പച്ചക്കള്ളങ്ങളാണ് പ്രസ്താവിച്ചിട്ടുള്ളതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഭാര്യ കമലയുടെ റിട്ടയർമെന്റ് ആനുകൂല്യം ഉപയോഗിച്ചാണ് മകൾ കമ്പനി തുടങ്ങിയതെന്നാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പറഞ്ഞത്. 10,000 രൂപയുടെ 10 ഓഹരികളാണ് കമ്പനിക്കുള്ളത്. അതെല്ലാം ഏക ഡയറക്ടറായ വീണയുടെ പേരിലാണ്. മാത്രമല്ല, കമ്പനിക്ക് വീണ 76 ലക്ഷം രൂപ ദീർഘകാല വായ്പയും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കമല നൽകിയതാണോ എന്ന് തെളിയിക്കുന്ന ബാങ്ക് രേഖകൾ ഹാജരാക്കിയാലേ കാര്യങ്ങളിൽ വ്യക്തത വരും. മാത്രമല്ല, UP സ്കൂൾ അധ്യാപികയായ കമലയ്ക്ക് വിരമിക്കൽ ആനുകൂല്യം 76 ലക്ഷം കിട്ടുമോ എന്നതും സംശയമാണ്. തെരഞ്ഞെടുപ്പ് അജണ്ടയായിട്ടാണ് കേന്ദ്രവും കേരളത്തിലെ UDFും എക്സാലോജിക്കിനെ കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിനെതിരായ സാമ്പത്തിക ഉപരോധത്തിനെതിരെ കേരളം ഡൽഹിയിൽ നടത്തിയ സമരം ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. കേന്ദ്ര സർക്കാർ BJP ഇതര സർക്കാരുകളോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം രാജ്യം മുഴുവൻ ചർച്ചയാക്കാൻ സമര പരിപാടിയിലൂടെ സാധിച്ചു തുടങ്ങിയ ക്യാപ്സ്യൂളുകളും നേതാക്കൾ തട്ടിവിടുന്നുണ്ടെങ്കിലും പല സഖാക്കൾക്ക് പോലും ഇതൊന്നും ദഹിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയത്തിൽ പാർട്ടി എന്തിനാണ് ഇടപെടുന്നതെന്ന് പ്രവർത്തകരടക്കം ചോദിക്കുന്നു. CPIയിൽ വലിയ അമർഷം ഇക്കാര്യത്തിലുണ്ട്. വരുന്ന CPM സമ്മേളനത്തിലെ പ്രധാന ചർച്ച മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയായിരിക്കും. പാർട്ടിയിൽ നിലവിൽ വിഭാഗീയത ഇല്ലെങ്കിലും പിണറായിയുടെ അപ്രമാദിത്വം ശക്തമാണ്. അതിനോട് വിയോജിപ്പുള്ള വലിയൊരു വിഭാഗമുണ്ട്. അവർ പിണറായിയെ വെട്ടിനിരത്താൻ മാസപ്പടി മടക്കി പോക്കറ്റിലിട്ടിരിക്കുകയാണ്. കൂടിയാലോചനയില്ലാതെ ബജറ്റ് അവതരിപ്പിച്ചതിനെതിരെ CPI രംഗത്ത് വന്നതോടെ വിദേശ സർവകലാശാല വിഷയത്തിൽ വ്യക്തത വരുത്താൻ CPM തീരുമാനിച്ചു. പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും ഇനി വിദേശ സർവകലാശാലയുടെ ഭാവി. മുമ്പ് വിദേശ സർവകലാശാലകൾ കൊണ്ടുവരാൻ UDF ശ്രമിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുകയും ലേഖനം എഴുതുകയും ചെയ്തവരാണ് CPMകാർ. പാർട്ടി ചർച്ച ചെയ്യാതെ ബജറ്റിൽ വിദേശ സർവകലാശാല സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടായത് മുന്നണിയിലെ പല നേതാക്കളെ ഞെട്ടിച്ചിരുന്നു. സംഭവം വിവാദമാകാതിരിക്കാനാണ് സർക്കാരിനാകാമെന്നും CPM അംഗീകരിക്കാനാകില്ലെന്നും ആദ്യം MV ഗോവിന്ദൻ പ്രതികരിച്ചത്. വീണയുടെ മാസപ്പടി സംബന്ധിച്ച വിവാദത്തിൽ CPIക്ക് അതൃപ്തിയുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പരസ്യ പ്രതികരണങ്ങൾ അടക്കം വേണ്ടെന്ന താക്കീത് ബിനോയ് വിശ്വം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണിയിൽ കൂട്ടയടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രി മകളുമാണെന്ന് വരുത്തി തീർക്കാനുള്ള പദ്ധതികൾ മുന്നണിക്കുള്ളിൽ ഇപ്പോഴേ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മകളും പല കാര്യങ്ങളും ജാഗ്രത പാലിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. കോടിയേരിയുടെ മക്കൾക്കെതിരായ കേസിൽ പാർട്ടി സ്വീകരിച്ച ശൈലി വീണയ്ക്കെതിരെ സ്വീകരിക്കാത്തതിലും പലർക്കും അമർഷമുണ്ട്. സ്പ്രിംഗ്ലർ, AI ക്യാമറ അടക്കമുള്ള പദ്ധതികൾ വിവാദമായത് മുഖ്യമന്ത്രിയുടെ മകളുടെയും ബന്ധുക്കളുടെയും ഇടപെടലുള്ളതുകൊണ്ടാണ്. ക്യാമറ വിവാദത്തിൽ CPM ആദ്യം മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകിയെങ്കിലും പിന്നീട് നിലപാട് മാറ്റി. CPM കേന്ദ്ര കമ്മിറ്റിയും PBയും ഇക്കാര്യങ്ങളിലൊന്നും ശക്തമായ നിലപാടെടുത്തതുമില്ല. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വീണയുടെ കേസിൽ യാതൊരു ഒത്തുതീർപ്പിനും കേന്ദ്ര സർക്കാരോ അതിന് നേതൃത്വം നൽകുന്ന BJPയോ വഴങ്ങില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയും മകളും കുരുക്കിലാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.